ഇന്ന് വിഷു അല്ലേ? ഏപ്രിൽ 14, 2025. എല്ലാവർക്കും വിഷുദിന ആശംസകൾ. മലയാള മാസം മെയ്യുടെ മാസം 1-ാം തീയതി 1200-ാം വർഷം. ഈ വർഷക്കണക്കുകളൊക്കെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും അച്ഛനോട് ചോദിക്കും, എനിക്ക് പിന്നെയും കൺഫ്യൂഷനാകും. പക്ഷേ ഗൂഗിൾ വന്നതോടുകൂടി ഇതെല്ലാം ഒന്ന് മനപാഠമാക്കാനൊക്കെ പഠിച്ചു. പിന്നെ അച്ഛമ്മയെ ഓർമ്മിക്കുന്നു, കാരണം ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ അല്ലേ. അച്ഛൻ്റെ അമ്മ വല്യമ്മച്ചിയെ ഓർമ്മിക്കുന്നു. കാരണം ആ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന കൃഷിപ്പണിക്കൊക്കെ വരുന്നവരെല്ലാവരും വരും. അവരെല്ലാവരും വന്നിട്ട് ഈ വിത്ത് റെഡിയാക്കുന്നത് ഈ സമയങ്ങളിലാണ്, വിത്ത് വിതയ്ക്കാനായിട്ട്. അത് നല്ല ഈർപ്പമുള്ള അതായത് ഈർപ്പമുണ്ട്, പക്ഷേ ഇങ്ങനെ ഡാംപ് എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ മുറി, മച്ചിട്ട മുറിയിലാണത് നനച്ചിട്ട് കൊണ്ടുവന്ന് ഭയങ്കര ഭയസായിട്ടാണ് വല്യമ്മച്ചി അത് ചെയ്യണത്. അതിൽ ചവിട്ടല്ലേ മോളെ എന്നൊക്കെ പറയും. എന്നിട്ട് അത് അടച്ചു വെക്കുക റൂം, മച്ചൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഡാംപ്നെസ് വഴി അത് മുളച്ച് വരും. മുളച്ചതിന് ശേഷം രാവിലെ അവരൊക്കെ അപ്പുറത്തെ അങ്കിളെല്ലാം പോയിട്ട് കന്നിനെ കൂട്ടിക്കഴിഞ്ഞ് വെള്ളമായിരിക്കും അവിടെയെല്ലാം. അവിടെ പോയി ഇങ്ങനെ എറിയും. അത് ഒരു കോരുകൊട്ട എന്ന് പറയും. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? കൃഷി നടത്തിയിട്ടും കണ്ടിട്ടും ശീലിച്ചിട്ടുള്ളവർക്ക് ഇതൊരു നൊസ്റ്റാൾജിയാണ്. വിത്തും കൈക്കോട്ടും എന്ന് പറയുന്നു. പിന്നെ വിഷുപക്ഷി പാടുന്നു അല്ലേ? എവിടെ നിന്ന് വരുന്നു ആ പക്ഷി ആ സമയത്ത്? പിന്നെ കേൾക്കില്ല അതിൻ്റെ സൗണ്ട്. ഇതൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജി അല്ലേ? പങ്കുവെച്ചു എന്ന് മാത്രം. ഇവിടെ ഈ പ്രവാസികളുടെ ഇടയിലേക്ക് ഇതെന്ത് വിഷു അല്ലേ? എല്ലാവരും ഓരോരോ സമയത്താണ് അവർ ആഘോഷിക്കുക. ഇന്നെല്ലാവരും ജോലിക്ക് പോയി. അപ്പോൾ കാട്ടുകോഴിക്ക് എന്ത് വിഷുവും സംക്രാന്തിയും അല്ലേ? നിങ്ങളെല്ലാവരും ആഘോഷിക്കൂ കേട്ടോ. അപ്പോൾ ഹാപ്പി വിഷു ടു ഓൾ ഓഫ് യു.